ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒറ്റത്തവണ ചെയ്താൽ മതി കേട്ടോ. ഒറ്റത്തവണയെ ചെയ്യാവൂ ഒരു ദിവസം കേട്ടോ. 2-3 പ്രാവശ്യം ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റത്തവണ ഒരു ദിവസം. നമ്മൾ എന്നും അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതോ നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ പെട്ടെന്ന് വെളുക്കാൻ വേണ്ട കേട്ടോ, ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ചെയ്യാനുള്ള പായ്ക്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നും നമുക്ക് മാറ്റി നമ്മുടെ കിടുക്കാച്ചി സംഭവങ്ങൾ നമുക്ക് മാറ്റി നമുക്ക് തേച്ച് കൊടുക്കാം നമ്മുടെ മുഖമൊക്കെ നല്ല പള്ള മീനിങ് കേട്ടോ. അങ്ങനെ നമ്മൾ പറയത്തില്ല വെളുത്ത് പാറുമെന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. വെളുത്ത് പാറുമെന്നൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്താൽ വെളുത്ത് പാറത്തില്ല ആരും. വെളുത്ത് പാറുമോ? പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. മുഖക്കുരു അതൊക്കെ മാറിക്കിട്ടും. ചുളിവുകൾ വരകൾ മൊത്തത്തിൽ മാറിക്കിട്ടും കേട്ടോ. എന്താ ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെയൊക്കെ എപ്പോഴും പറയാൻ എനിക്ക് വേണ്ടി ഒരു 5-6 എണ്ണിയാൽ കിട്ടാത്ത തരത്തിലുള്ള വരകളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ. അത് നമുക്ക് പിന്നെ ഈ വരകളൊക്കെ വരുമ്പം നമ്മൾ പ്രായമായി വരുമെന്നൊരു തോന്നലും ഉണ്ടാവും. പിന്നെ മാറ്റാനൊക്കത്തില്ല. പ്രായം കുറഞ്ഞല്ല വരുന്നത്, പ്രായം കൂടിയാണ് വരുന്നത് കേട്ടോ. അതൊക്കെ മാറിക്കിട്ടും. ഇന്നും നമ്മുടെ അടുക്കളയിലെ 3 ഐറ്റങ്ങൾ മാത്രം മതി ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. സുപ്പു തേൻ കുട്ടനെ വേണം, തൈര് കുട്ടനെ വേണം. പിന്നെ കാപ്പിപ്പൊടി കുട്ടൻ ഇല്ലാത്ത കാര്യമുണ്ടോ? അവനാണ് ഈ നാട്ടിലെ ഈ ലോകത്തുള്ള പെണ്ണുങ്ങളെ മൊത്തം ഇപ്പം വെളുപ്പിക്കുന്നത്, ഈ കാപ്പിപ്പൊടി കുട്ടൻ കേട്ടോ. നമുക്ക് മിക്സ് ചെയ്ത് തരട്ടാം. അപ്പോഴാദ്യമേ മുഖം കഴിയിട്ട് വന്നിരുന്നിട്ട് വേണം കേട്ടോ. ഉണങ്ങിയ മുഖത്തോടെ വന്ന് നമ്മളൊന്നും ചെയ്യരുത്, ഒരു വായ്ക്കളും ചെയ്യരുത്. എപ്പോഴും ഒരു നനവ് വേണം. അപ്പോൾ കഴിയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം സെറ്റാക്കിക്കൊണ്ട് വെച്ചേക്കുകയാണ് കേട്ടോ. എനിക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കയ്യിലെ കിളികളെ, നമ്മുടെ അണ്ണൻ കുഞ്ഞ് എല്ലാവരും കൊണ്ട് ഇവിടെ കട്ട സപ്പോർട്ടായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇത് പായ്ക്കൊക്കെ ഇടുന്നത് കാണാൻ എല്ലാവരും അവിടെ നിന്നോണം. എന്നിട്ട് വീട്ടിൽ ചെന്ന് പെണ്ണുപിള്ളമാർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുക്കും നിങ്ങളെ എല്ലാവരും കൂടി ഇരിപ്പോണ്ട് കേട്ടോ. എനിക്ക് തന്നെ ചിരി വരുന്നത്. ഇവരെല്ലാം ഇങ്ങനെ എന്നും നമ്മൾ ചോറും അരിയൊക്കെ വെച്ച് കൊടുക്കുമെന്ന് പറയത്തില്ലയോ, അതിന് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ പായ്ക്കിട്ട് സുന്ദരിയൊക്കെ ആവുന്നത് കേട്ടോ. അവരെല്ലാം ഇവിടെ ഇരിപ്പാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ കാപ്പിപ്പൊടിക്കുട്ടനെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കറിയാമല്ലോ ഈ ഒരു ചെറിയ പാക്കറ്റിനകത്ത് സുപ്പുനിടാൻ തക്ക കാപ്പിപ്പൊടിയോ ഉള്ളത് കേട്ടോ. എന്തായാലും ഇത് ആരാ കണ്ടുപിടിച്ചത്? നല്ല മണമായിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടി കുട്ടനെ നമുക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് തൈര് കുട്ടണം കേട്ടോ. നല്ല കട്ട തൈര് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. കാപ്പിപ്പൊടി ഇതും കൂടെ മിക്സ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് തേനാണ് വേണ്ടത് കേട്ടോ. വെയിലൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇവിടെ ഇന്ന്, വെയിലൊന്നുമില്ല. അതും ആവശ്യത്തിന് വെളുക്കട്ടെ, ഇച്ചിരി ഇരിക്കട്ടെ. നമുക്ക് ഇച്ചിരി കട്ട് തിന്നണ്ടേ? നമ്മളെപ്പം തേൻ എടുത്താലും കുറച്ച് കട്ട് തിന്നണം. അതാണ് അതിൻ്റെ ഒരു ഇത്. സൂപ്പർ, നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോഴേ മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാം. എന്തൊക്കെയോ ഈ കുഞ്ഞീച്ചകളുണ്ടല്ലോ. അപ്പോഴേ ഇത് നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. നിങ്ങൾ വിചാരിക്കും അവൾ തേൻ കട്ട് നിന്നിട്ട് വിരൽ നക്കിയിട്ട് കൈ കഴിയില്ലെന്ന്. ഞാൻ പോയി കൈ കഴിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ നാണക്കേടല്ലേ. അപ്പോൾ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ. അതിന് മുഖം കഴുകിയിട്ട് വന്നതാണ് ഞാൻ.
രാവിലെ കുളിച്ചതാണ്. എന്നാലും നമ്മൾ ഇത് പായ്ക്കിടുമ്പം എപ്പോഴും നമുക്കൊരു ചെറിയൊരു നനവ് വേണം കേട്ടോ. നമുക്ക് പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. വേണ്ട കേട്ടോ. ഒറ്റ തവണ ചെയ്ത് നോക്കും നിങ്ങൾ. ഒരേ ഒരു തവണ ചെയ്ത് പിറ്റേന്ന് നിങ്ങൾ നേരം വെളുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ പായ്ക്ക് ഇടും കേട്ടോ. ഇപ്പോൾ പൊട്ടൊക്കെ മാറ്റിയിട്ട് എന്തൊക്കെയോ അങ്ങ് എനിക്കിവിടെ ഒരു മോക്കുരു വന്നു കേട്ടോ. അതിൻ്റെ രഹസ്യം ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ രഹസ്യം ഞാൻ പറയാം പിന്നെ. അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. എന്താ മണം. കുറേശ്ശെ തേച്ച് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉണ്ടാക്കണം കേട്ടോ. നമ്മളിങ്ങനെ പായ്ക്കളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ ഉണ്ടാക്കുക. വെറുതെ പനലാക്കി കളയണ്ട കേട്ടോ. ചേട്ടന്മാരുടെ പോക്കറ്റ് കയറി പാവത്തുങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ആവശ്യത്തിന് എടുത്താൽ കേട്ടോ. എന്നും വെച്ച് അരിപ്പികളാവരുത് കേട്ടോ. നല്ല മണമുണ്ട്. ചെയ്ത് നോക്കുമോ? അവന് മതിലേക്കട അവന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പായ്ക്കിട്ടത്. ഞാൻ എനിക്കൊന്ന് തിരിച്ച് കാണിക്കാറ്. അവൻ വന്നിരുന്ന് നോക്കുന്നത് അണ്ണാൻകുട്ടൻ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അടിപൊളി കിടുക്കാച്ചി ഒരു പായ്ക്കാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. മടിയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് എളുപ്പത്തിനുള്ള ഇതുപോലുള്ള അടിപൊളി ഐറ്റങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നത്. ഇതൊന്നും എന്താ കുറുക്കുകയോ വേവിക്കുകയോ ഒന്നും വേണ്ട. ഞാൻ ചെയ്യുന്ന മിക്കവാറും എല്ലാം അങ്ങനെയുള്ള സംഭവങ്ങളല്ല കേട്ടോ. എനിക്കും എളുപ്പമാവും, എന്നെ കാണുന്ന നിങ്ങൾക്കും എളുപ്പമാവും. മടിച്ചിക്കോതയായ സൂപ്രു നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിനും മടിയാണ്, എൻ്റെ ശിഷ്യർക്കും മടിയാണ് കേട്ടോ. ആരോടും പറഞ്ഞു കൊടുക്കരുത് എന്നും കേട്ടോ. ഈ സൂത്രങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ഈ കിടുക്കാച്ചി വിദ്യകളും സൂത്രങ്ങളും കേട്ടോ. ഗുരുവും ശിഷ്യരും എല്ലാവരും മടി പിടിച്ചു കഴിഞ്ഞാൽ ഈ പാർലർ മിക്കവാറും ഞാൻ പൂട്ടും കേട്ടോ. നമ്മുടെ നൈറ്റിക്കകത്തൊന്നും ആവണ്ട. സാരമില്ല. ഈ കാപ്പിപ്പൊടി കളറായാലും കുഴപ്പമില്ല. എൻ്റെ നൈറ്റിയുടെ കളറ് ഏകദേശം ഇതാ. അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് ഇത്രയും കൂടെ ഉള്ളു. തീർന്നു കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി ഇതാകുമ്പോൾ നല്ല ഇതാവും, അടിപൊളിയാവും കേട്ടോ. നമ്മുടെ കാക്കച്ചി വന്നു പായ്ക്കിടാൻ. ഇത് നമ്മുടെ ഡ്രസ്സിനകത്തോട്ട് ഒഴുകി വരാൻ ഒരിക്കലും അവനെ അനുവദിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകാം കേട്ടോ. നമ്മൾ മുഖത്തിടുമ്പം തന്നെ നമ്മുടെ ആ സ്കിന്നൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റാവും. എന്ന് വെച്ചാൽ നമ്മുടെ തൈര് കൂട്ടനകത്തു നെയ്യുടെ ഒരു ഇതുണ്ടല്ലോ കേട്ടോ. ആ കവിളൊക്കെ അങ്ങോട്ട് തുടുക്കട്ടെ കേട്ടോ. ഇത് നേരെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കേട്ടോ. നമുക്ക് ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം കേട്ടോ. ചെറുതായിട്ട് മസാജൊക്കെ കൊടുത്ത് നമുക്ക് അങ്ങോട്ട് ചെയ്യാം. കുറച്ചും കൂടി ഇരിക്കുന്നു. തീർന്നു കേട്ടോ. എന്നാലും എനിക്ക് കളയാനൊരു മടി. മൊത്തം ചോരണ്ടി നമ്മൾ തേക്കണം കേട്ടോ. ഒലിച്ചെല്ലാം ഇറങ്ങുന്നുള്ളത് അത് നമുക്ക് തേനുള്ളത് കൊണ്ടാണ് കേട്ടോ. തേനുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ. ഉണങ്ങട്ടെ. അപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റായി. ദേ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മുടെ ശർക്കര ഇങ്ങനെ ഒരു നൂൽ പരുവാവുമല്ലോ, അതുമാതിരി ഒരു നൂലൊന്നും ആവത്തില്ല കേട്ടോ. ഒട്ടൽ വരും. നമ്മുടെ തേനും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ചെറുതായിട്ട് ഒരൊട്ടൽ വരും കേട്ടോ. ഇനി നമുക്ക്
കഴുകിയിട്ട് കാണാം. അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് മൊത്തം ആവും ഇവിടെ നിന്ന് തുടച്ചാൽ. ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. കണ്ടോ ഒട്ടുന്ന കണ്ടോ, കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോഴിതാ നമ്മൾ കഴുകിയിട്ടൊക്കെ വന്നു കേട്ടോ. നല്ല റിസൾട്ടാണ്, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ വന്നിരുന്ന മുഖം പോലാണോ ഇപ്പോൾ? അല്ല, നല്ല നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പോയല്ലോ അല്ല അല്ലേ, നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും, നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പം ഇച്ചിരി നേരം ഒന്ന് കുഞ്ഞായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ ഉണങ്ങാനൊക്കെ വെച്ചാൽ മതി കേട്ടോ. അടിപൊളി റിസൾട്ടാണ്, നല്ല പായ്ക്കാണിത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ തവണ ചെയ്താൽ നമ്മൾ പിറ്റേന്ന് രാവിലെ, അന്ന് പിന്നെ ഉറക്കമൊന്നും കാണത്തില്ല കേട്ടോ. പിറ്റേ ദിവസം എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ ഉറക്കമൊന്നും കാണത്തില്ല. അത്രയ്ക്ക് നല്ലൊരു കിടുക്കാച്ചി പായ്ക്കാണ്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം, വെറുതെ പറയുന്നതല്ല. നമ്മൾ നല്ല തന്നെ കേട്ടോ, കിടുമെങ്കിൽ കിടുമെന്ന് തന്നെ നമ്മൾ പറയും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ 3 സാധനവും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ ആ 3 സാധനവും കിടുക്കാച്ചി ഐറ്റമാണ്. ബ്യൂട്ടി ടിപ്പിന് സൗന്ദര്യം ഉണ്ടാവാൻ 3 പേരും അടിപൊളിയാണ് കേട്ടോ. പിന്നെന്താ ഏതാണ്ട് പറയാൻ മതി, മറന്നുപോയി കേട്ടോ. അപ്പോൾ എനിക്കിന്നാൾക്ക് ഒരു കാറിൻ്റെ കണ്ണട ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതാണ് കേട്ടോ. വലിയ ഒരെണ്ണം ഇതിനകത്ത് പിള്ളേർ ഏതാണ്ട് ഇട്ടേക്കുന്നു കേട്ടോ. പിള്ളേർ ഏതാണ്ടിട്ട് ഇതിൻ്റെ സ്ക്രൂവോ ഏതാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മുഖത്ത് നല്ല കളറ് പോലെ തോന്നും കേട്ടോ, വെറുതെ പറയുന്നേ അല്ല. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം, മടി പിടിച്ചിരിക്കരുത്. ഈ ഗുരു മടി പിടിച്ചാൽ ശിഷ്യർ മടി പിടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ നാണം കെടുത്തല്ലേ, നിങ്ങൾ ചെയ്ത് നോക്കണേ കേട്ടോ. പൊട്ടിട്ടില്ലല്ലോ നമ്മൾ, പൊട്ടില്ല. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ. ഇന്ന് തന്നെ ചെയ്യണം. എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ വൈകിട്ട് അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പോൾ രാത്രിയില്ലെങ്കിൽ ഇരുന്ന് നിങ്ങളൊന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കണേ. എന്നിട്ട് പിറ്റേന്ന് നാളെ ആയാലും മതി കമൻറ്റ് കേട്ടോ. ചെയ്ത് നോക്കി സുപ്പൂന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോഴേ എനിക്കും റിസൾട്ട് കിട്ടി, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് അറിയുമ്പം ഞാൻ ഇവിടെ കിടന്ന് തുള്ളിച്ചാടും. അത് പിന്നെ നമ്മൾ വീഡിയോ ആക്കിയൊന്നും ഇടത്തില്ല, എൻ്റെ മക്കൾ മാത്രമേ കാണത്തുള്ളൂ ആ തുള്ളിച്ചാട്ടവും ബഹളവും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. നോക്കോ, അതാ വിളിച്ചു പറയുക സുപ്പുവിനോട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.